ഇന്നത്തെ ക്യാമ്പിൻ്റെ ലക്ഷ്യം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനൊരു ഒരു 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 രീതിയുണ്ട്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം സ്ക്രീനിങ് കമ്മിറ്റി അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഇന്നത്തെ ഒരു രീതിയുണ്ട്. ഏതായാലും കഴിഞ്ഞ UDF യോഗം തീരുമാനിച്ചത് 20-ാം തീയതിക്ക് മുമ്പ് സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നാണ്. UDF ഘടകകക്ഷികളുടെ അത് വൈകാതെ ഞങ്ങൾ പൂർത്തിയാക്കും. ഈ സീനിയർ നേതാക്കൾ പലരും മത്സര സ്ഥാനത്ത് ഇപ്പം മുല്ലപ്പള്ളി ശ്രീ അദ്ദേഹം പക്ഷേ വലിയ തോതിൽ പ്രതിഷേധവും ആ ഭാഗത്ത് ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന് സീനിയർ നേതാക്കൾ കൂടി ഉണ്ടാവുമോ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. വിജയസാധ്യതയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ടത്. വിജയസാധ്യതയാണ്. അപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 53ഓളം ചെറുപ്പക്കാർ മത്സരിക്കാൻ അവസരം കൊടുത്തു. കോൺഗ്രസ് എപ്പോഴും ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. ചെറുപ്പക്കാർക്ക്, യുവതികൾക്ക്, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് എല്ലാവർക്കും കഴിയാവുന്നത്ര പങ്കാളിത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 53 പേര് മത്സരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ മുതിർന്നവരെല്ലാം മാറി നിൽക്കണമെന്നല്ല. അപ്പോൾ വിജയസാധ്യത നോക്കി പരമാവധി ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പ്രാധാന്യം കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയായിരിക്കും സ്വീകരിക്കുന്നത്.